significant figures. Heading എഴുതിക്കോ, significant figures. Significant figures. അപ്പൊ ആദ്യം ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞത് എന്നാന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഒരു ഡിജിറ്റ് നമുക്കുണ്ട്. ഇപ്പൊ നമുക്കറിയാം ന്യൂമറിക്കലി ഒരു വാല്യൂ എഴുതി കഴിയുമ്പം ഇപ്പം 235 2350 വേറെ നമ്പർ 0.230 like 2350 then വേറെ നമ്പർ 0.02350. ഇങ്ങനെ നമുക്ക് പല നമ്പറുകൾ ഉണ്ട് അല്ലേ. ഇവിടെ ഡെസിമൽ പോയിന്റ് ഒന്നുമില്ല, ഇവിടെ ഡെസിമൽ പോയിന്റ് ഒന്നുമില്ല, പക്ഷെ ലാസ്റ്റ് നമ്പർ 0 ഡിജിറ്റ് ആണ്. ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട്, ഡെസിമൽ പോയിന്റിന് ശേഷം നമ്പറാണ്. ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട്, ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു 0 ആണ്. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്ന നമ്പറുകളിൽ നമ്മളോട് ചോദിക്കുകയാണ് ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകൾ ഉണ്ടെന്നൊരു ചോദ്യം വരും. കാൽക്കുലേറ്റ് ഓർ ഫൈൻഡ് ഔട്ട് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ഈച്ച് നമ്പർ. ഇതിവിടെ കിടന്നോട്ടെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പം ഈ ഓരോ നമ്പറും എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന റൂളുകളാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റൂൾസ് വി ആർ യൂസ് ഫോർ ദിസ് കാൽക്കുലേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഫസ്റ്റ് വൺ, ഇഫ് എനി നമ്പർ ഈസ് എൻഡിങ് വിത്ത് 0, അവസാനം 0യിൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ the last zeros are not significant in a value if there is no decimal point. അപ്പം ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത ഒരു നമ്പർ 200, 2000, 2570 ഇങ്ങനെ വരുന്ന ഒരു നമ്പറിൽ അവസാനം വരുന്ന സീറോകൾ ഡെസിമൽ പോയിന്റിൽ ഇല്ല, അല്ല ഡെസിമൽ പോയിന്റ് ഇതിന് മുമ്പ് എങ്ങും ഇല്ലെങ്കിൽ, ഓരോന്ന് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ ആ നമ്പറുകളെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളായിട്ട് എണ്ണേണ്ടതില്ല. അപ്പൊ ഇവരെ ഒഴിവാക്കാം, ഇവിടെ ഇവരെ ഒഴിവാക്കാം, ഇവിടെ ഇവരെ ഒഴിവാക്കാം. സോ ഇനി നമ്മൾ എഴുതണം. സോ ഇൻ 200 the number of significant figure, the number of significant figures, പിന്നെ എത്ര എണ്ണം മിച്ചം ഉണ്ടെന്ന് എഴുതണം. അതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ 1. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് എത്രയായിരിക്കും? കാര്യം പറഞ്ഞ വാല്യൂ 2000 ആണ്, പക്ഷെ അതൊരു കാര്യമുള്ള കാര്യമല്ല. 0 അല്ലാതെ നോൺ 0, ഏറ്റവും അവസാനം 0 വന്നാൽ എണ്ണില്ല എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇവിടെ എത്രയേ ഉള്ളൂ? 1. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 3. മനസ്സിലായില്ലേ കാര്യം? ഇനി വേറെ ഒരെണ്ണം, ഡെസിമൽ വന്നാൽ എന്നാ ചെയ്യും എന്നുള്ളത് കരുതരുത്. ഇത് ഡെസിമൽ ഇല്ലാത്ത കേസിൽ ഏതെങ്കിലും ഒരു നമ്പർ 0 വച്ച് എൻഡ് ചെയ്യുവാണെങ്കിൽ അവസാനത്തെ സീറോകളെ സിഗ്നിഫിക്കൻറ്റ് നമ്പറുകളായിട്ട് എഴുതേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കൂട്ടേണ്ട ആവശ്യമില്ല, അവയെ ഒഴിവാക്കാം. സോ ഒരു സെന്റൻസ് ആയിട്ട് എഴുതി എടുത്തു, the last zeros are not significant, the last zeros are not significant in a value if there is no decimal point. If there is no decimal point. ഇതിപ്പോഴേ തന്നെ അങ്ങ് പഠിച്ചേക്കണം. എന്നുവെച്ചാൽ പല പല റൂൾ വന്നു കഴിയുമ്പോൾ അവസാനം എല്ലാവരും കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് പറയുന്നത്. സോ 0 വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടതില്ല, അല്ലെ കൂട്ടേണ്ടതില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഓർക്കണം, ഡെസിമൽ പോയിന്റ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ,
അടുത്ത റൂൾ പറയുന്നതാണ്, ഞാൻ അതിന്ന് പറയാമെന്ന് കേട്ടിരിക്കണം. All digits are significant in a value if there is a decimal point. ഡെസിമൽ പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ദശാംശ സംഖ്യ എന്ന് പറയും. ഇപ്പം 2.532, 2.530, 2.053, ഇതെല്ലാം വേറെ വേറെ ഉത്തരം വരുന്ന കേട്ടോ. ഞാൻ പറഞ്ഞു പർട്ടിക്കുലർ എക്സാമ്പിളോടെ പോകുമ്പോൾ മനസ്സിലാവും. സോ ഓൾ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ എ വാല്യൂ ഇഫ് ദയർ ഈസ് എ ഡെസിമൽ പോയിന്റ്. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഉണ്ട്, ഇതിനകത്തൊന്നും സീറോ അല്ല, വേറൊന്നും പരിഗണിക്കണ്ട. അപ്പോൾ ഇവിടുത്തെ ഡെസിമൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എത്രയായിരിക്കും? 1, 2, 3, 4. ഓക്കെ. ബട്ട് if the zeros before the first non-zero digit are not significant, നമ്മൾ ഡെസിമൽ പോയിന്റിന് ശേഷം എഴുതുന്ന ഫസ്റ്റ് ഡിജിറ്റിന് മുമ്പ് സീറോ ഉണ്ടെങ്കിൽ അവരെ കൂട്ടരുത്. അപ്പൊ ഇവിടെ ഈ ഒരു വാല്യൂവിനെ, ഈ ഒരു സീറോയിനെ മാത്രം കൂട്ടാൻ പറ്റില്ല. മനസ്സിലായ കാര്യം? ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അപ്പൊ കൂട്ടാൻ പറ്റാത്ത ആരെ മാത്രമേ ഉള്ളൂ? പോയിന്റിന് ശേഷം വരുന്ന സീറോനെ മാത്രം ഒഴിവാക്കാം. ഇവിടെ എത്രയുണ്ട്? 1, 2, 3, 4. ഇവിടെ നമുക്കൊരു സംശയം തോന്നാം, ലാസ്റ്റ് നമ്പർ സീറോ അല്ലേ? പക്ഷേ ഇത് ഡെസിമൽ നമ്പർ ആണ്. സോ this zero is also included as a significant figure. So the total number of significant figure is again 4. Here the total number of significant is only 3 because the first digit before the non-zero digit is 0. Decimal point in ശേഷം 0 ഉണ്ടെങ്കിൽ അവരെ എണ്ണരുത്. ക്ലിയർ ആയില്ലേ? സെക്കൻഡ് പോയിന്റ്. രണ്ട് മൂന്ന് എക്സാമ്പിൾ എഴുതാം. 2.35, 8.0006, 2.114, 2.020. These are the examples. ആദ്യത്തേതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1, 2, 3. ഇവിടെ എത്രയുണ്ട്? ഇങ്ങനെയുള്ള നമ്പറുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കൺഫ്യൂഷൻ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? താഴത്തതിൽ വെരി ഗുഡ്. There is only 2 decimal points. So we want to neglect these 3 zeros. That zeros are just after the decimal point or before the first non-zero digit. അപ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ? Only number of significant figure is equal to 2. Here is equal to 1. ഇവിടെ എത്രയാ പറഞ്ഞേ കാർത്തി? 2.114. That is 4. താഴത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. 2.020. അതിൽ എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 3. Because we can neglect this 0. That is just before the non-decimal point, after the decimal. So here the significant figure, the number of significant figure is equal to 3. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പോയിന്റ് നന്നായി മനസ്സിലായി. ഇത്രയേ ഉള്ളൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണാൻ വേണ്ടി. ഇനി ഇതിനൊരു സ്പെഷ്യൽ റൂൾ വരും. റൗണ്ട് ഓഫ് ചെയ്യാൻ പറയും അവസാനം. ഇപ്പം നമ്മൾ പറയല്ലേ, ഇപ്പം 2.536 ആണെങ്കിൽ 2 ഡെസിമൽ പോയിന്റിലോട്ട് കറക്റ്റ് ചെയ്യുമ്പോൾ 5ൽ കൂടുതലാണ് ഒരെണ്ണം എടുത്ത് ഇങ്ങോട്ട് കൂട്ടുന്ന ഒരു കാൽക്കുലേഷൻ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, 2.54 എന്നുള്ളത്. അങ്ങനെ വന്നാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു സ്പെഷ്യൽ കേസാണ്. ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചത് ഈ 2 കേസാണ്. ഫസ്റ്റ് വൺ എന്നാണ്? ഇഫ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ്, സോറി, ദർ ഈസ് നോ എന്നാ പറഞ്ഞ ഡെസിമൽ പോയിന്റ് ഇല്ല എങ്കിൽ, ഓക്കെ, all the numbers are significant figure. If there is any decimal point, decimal എല്ലാ നമ്പറും എടുക്കണം. പക്ഷെ ഡെസിമൽ പോയിന്റിന് ശേഷം 0 ഉണ്ടെങ്കിൽ എടുക്കണ്ട. തൊട്ടടുത്ത് 0 വരുവാണെങ്കിൽ അവരെ കൂട്ടരുത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 0.0017 ഇതിൽ എത്രയാ? ഇവിടെയും 0, ഇവിടെയും 0. ഇവിടെ എങ്ങനെ 3 വന്നേ? 0 തന്നെയല്ലേ? ശരിയല്ലേ? ഇതൊരു ഫൈനൈറ്റ് നമ്പർ അല്ലേ? ഒരു നമ്പറിന് ശേഷം അവസാനം 0 വന്ന് എണ്ണണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് കൂട്ടിയല്ല. അപ്പൊ എത്ര എണ്ണേ അവിടെ ഉള്ളൂ? പറഞ്ഞു ഇങ്ങനെ ചില എക്സാമ്പിൾ വരുമ്പോൾ തെറ്റിക്കില്ല. ഇത് 3 പോയി, പിന്നെ എത്ര എണ്ണേ ഉള്ളൂ അവിടെ? There is only
two significant figure. Next example, 1.00180. 1.00180. അതിൽ എത്രയുണ്ട്? 4. 1, 2, 3, 4. Very good. Next 20.21. അതിൽ എത്രയുണ്ട്? കൺഫ്യൂഷൻ ആയല്ലേ? 20.21. ഡെസിമൽ പോയിന്റിന് ശേഷം 0 ഉണ്ടെങ്കിൽ മാത്രം എണ്ണാതിരുന്നാൽ മതി. അപ്പൊ എത്രയുണ്ട്? 4. 1, 2, 3, 4. Again another example, 23000. What is the number of decimal significant figures in this? 2. 2. So these are the significant figures. Okay, a decimal point ഉണ്ടെങ്കിൽ we can write it as, in the case of a decimal point, 0. decimal പോയിന്റിന് തൊട്ടടുത്ത് വരുന്ന 0 വാല്യൂകളെ നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, ബാക്കിയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇതിന്റെ ആ ഒരു പോയിന്റ് സെന്റൻസ് ആയിട്ട് എഴുതിക്കോ. ഓൾ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് എഴുതിക്കോ. ഓൾ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. All digits are significant in a value if there is a decimal point. If there is a decimal point. Full stop. But enal comma ito, but the zeros before the first non-zero digit. But the zeros before the first non-zero digit are not significant. മനസ്സിലായില്ലേ? ഈ എക്സാമ്പിളുകൾ എല്ലാം എഴുതിയെടുത്ത് ഈ പോയിന്റുകളും കറക്റ്റ് ചെയ്ത് ഇതിന്റെ ഓരോന്നിന്റെ സിഗ്നിഫിക്കൻറ്റ് പോയിന്റും കൂടെ എഴുതിക്കേ. റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് തൊട്ട് മുമ്പത്തെ ഡിജിറ്റോട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. ഇപ്പൊ 4 ഡെസിമൽ പോയിന്റ് ഉണ്ട്, 3 ആക്കണം. 5 എണ്ണം ഉണ്ടാൽ ചിലപ്പോൾ 4 ആക്കണം, അല്ലെങ്കിൽ ഒരെണ്ണം താഴെ 3 ആക്കണം. അങ്ങനെ ഡെസിമൽ പോയിന്റുകളെ റൗണ്ട് ഓഫ് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് ഇപ്പൊ ഇങ്ങനെ ചോദ്യം പറയും, ഇപ്പം 2 ഡെസിമൽ പോയിന്റിലോട്ട് അല്ലെങ്കിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യുക തന്നിരിക്കുന്ന ഒരു നമ്പർ, അല്ലെങ്കിൽ 3 ഡെസിമൽ പോയിന്റിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യുക. അങ്ങനെ വരുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, റൗണ്ട് ഓഫ് the significant figures. So let's consider a digit 8.45858. What is the number of significant figures? ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുണ്ട്? 6. The number of significant figure is 6. Question ഇതാണ്, round off this number to 5 significant figures. ശരിക്കും പറഞ്ഞാൽ 3 റൂളാണ് വരുന്നത്. 3 ഞാൻ ഒരുമിച്ച് അങ്ങ് പറഞ്ഞുതരാം, വളരെ എളുപ്പമാണ്. ഇതിന് ഞാൻ ആദ്യം ചെയ്ത് കാണിക്കാം. 5 എണ്ണത്തിലോട്ട് നമുക്ക് ഇവനെ റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഇത്രയും ഡിജിറ്റ് ആകെ മതി. മനസ്സിലായില്ലേ? അപ്പം
റൗണ്ട് ഓഫ് ചെയ്യുന്നതിന് ശേഷമുള്ള നമ്പർ 5-ൽ കൂടുതലാണെങ്കിൽ എന്നാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അതിനുശേഷമുള്ള നമ്പർ if that number is greater than 5 എന്നാ ചെയ്യണം? സ്വാഭാവികമായിട്ട് ആഡ് 1 ഒന്ന് കൂട്ടണം to the previous number. അപ്പൊ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എത്രയായിരിക്കും? 8.458 5 ചെയ്യാൻ പറഞ്ഞത് ലക്ഷ്മി. അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും വരികയില്ല. അവസാന നമ്പർ 9 ആക്കാൻ എങ്ങനെയാ? അപ്പുറം നമ്പർ ഒന്നും ഇല്ല പെറുക്കിയെടുക്കാൻ ഇങ്ങോട്ട്. സോ 8.4586 ക്ലിയർലേ? സംശയമൊന്നുമില്ലല്ലോ. എത്രയും റൗണ്ട് ചെയ്യണോ അതിനുശേഷമുള്ള നമ്പർ 5-ൽ കൂടുതലാണെങ്കിൽ, അതായത് 5 ഞാൻ പറഞ്ഞിട്ടില്ല, 6, 7, 8, 9 ഇത്രയല്ലേ വരുള്ളൂ. ഇതാണെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യുന്ന നമ്പറിന്റെ കൂടെ 1 കൂട്ടുക. അടുത്ത എക്സാമ്പിൾ 8.45853. What is the number of significant figures? 1, 2, 3, 4, 5, 6. Again 6. Round off to 5. Round off to 5 significant figures. ഇതിനെ 5 significant figuresലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. മാറ്റിക്കൂ. അവിടെ റൂൾ എന്നായിരിക്കും? മുമ്പേ പറഞ്ഞു വെച്ച് നിങ്ങൾക്ക് തന്നെ വേണേ അറിയാം. എന്നാ ചെയ്യണം? ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 5, ഏതൊക്കെയായിരിക്കും നമ്പർ? 4, 3, 2, 1 ആണെങ്കിൽ സബ്സ്ട്രാക്ട് 1 അല്ലേ? ഒന്ന് കുറയ്ക്കണം. സബ്സ്ട്രാക്ട് 1 ഫ്രം ദ പ്രീവിയസ് നമ്പർ. ആൻസർ എന്നാ വരും? ആൻസർ ഈസ് 8.458. 5 മാറ്റണ്ടേ? 1, 2, 3, 4, 5 ഇവിടം വരെ മതി. 1 കുറച്ചു 4. പിന്നെ എളുപ്പമാണ്. ഇതെല്ലാം കൂടെ കൂടിക്കലരുമ്പോഴാണ് നമുക്ക് തെറ്റിപ്പോകുന്ന ഉത്തരങ്ങൾ. ഓക്കെ, 2 കാര്യം ഞാൻ 5 ആകുന്ന കാര്യം പറഞ്ഞല്ലോ കേട്ടോ. അതാണ് അതിനകത്തെ പ്രത്യേകത. ഞാൻ ഇതുവരെയും അവസാന ഡിജിറ്റ് 5 വന്നാൽ എന്നാ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല. 5-ൽ കൂടുതലാണെങ്കിൽ തൊട്ട് മുമ്പത്തെ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടുക. 5-ൽ കുറവാണെങ്കിൽ തൊട്ട് മുമ്പത്തെ സംഖ്യയുടെ കൂടെ ഒന്ന് അതിനകത്ത് നിന്ന് കുറയ്ക്കുക. ഇനി 5-ന്റെ അവിടെ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞോട്ടെ. ഇഫ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 5, അതായത് 5 ആണ് വരുന്നത്, ഈ 3ക്ക് പകരം ഇപ്പം 8.45855 ഒരു നമ്പർ, വേറെ നമ്പർ 8.45845. കണ്ടോ? ഇതിന്റെ രണ്ടിന്റെയും ചോദ്യം ഇതാണ്. റൗണ്ട് ഓഫ് ടു. റൗണ്ട് ഓഫ് ടു എത്രയിലേക്കാ? 5-ലേക്ക്. 5 significant figures. നമുക്കറിയാം ഇവിടെ 6 ഉണ്ട്. ഇവിടെ ഇതിന് ഇവിടം വരെ മാറ്റണം. ഇവിടെ എവിടെയാ? ഇവിടം വരെ മാറ്റണം. റൂൾ ഇതാണ്. 5 ആണെങ്കിൽ 5-ന് മുമ്പുള്ള സംഖ്യ നോക്കണം. 5-ന് മുമ്പുള്ള സംഖ്യ ഇവിടെ ഏതാണ്? ഇവിടെ 5 അല്ലേ? ഇവിടെയോ? 4. The first case it is an odd number അല്ലേ? ഇത് odd number ആണ്, ഇത് ഈവൻ നമ്പർ. 5-ന് മുമ്പ് ഉള്ളത് ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ കൂടെ 1 കൂട്ടണം. ആൻസർ എത്രയാവും? 8.4586. മനസ്സിലായില്ലേ?
അതിന് മുമ്പുള്ള നമ്പർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ നോ ചേഞ്ച്, ഒന്നും ചെയ്യണ്ട. ഓക്കെ, സെയിം നമ്പർ തന്നെ. Then what is answer? 8.4584. കണ്ടോ, ഒറ്റ നമ്പർ തന്നെയാണ് ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും എഴുതിയത്. ആ ഒറ്റ നമ്പർ വെച്ച് 5 കൂടുതൽ വരുന്നതിന്റെ ഉത്തരം പറഞ്ഞ്, 5 കുറവ് വരുന്നതിന്റെ ഉത്തരം പറഞ്ഞ്, 5 ആകുന്നതിന്റെ 2 കേസ് വന്നു. ഇതിങ്ങനെ തന്നെ എഴുതി ഈ ഒരു സ്ക്രീൻ മാത്രം ഓർത്തിരുന്നാണ്. 5 കൂടുതലാണെങ്കിൽ തൊട്ട് മുമ്പുള്ളതിൻ്റെ കൂടെ 1 കൂട്ടുക, 5 കുറവാണെങ്കിൽ തൊട്ട് മുമ്പുള്ളതിൽ നിന്ന് 1 കുറയ്ക്കുക, 5 ആണെങ്കിൽ ഓടാണെങ്കിൽ 1 കൂട്ടുക, ഈവൻ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. അല്ലേ? അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയ വളരെ എളുപ്പമല്ലേ? പറഞ്ഞ കാർത്തി, 5 കൂടാണ് തൊട്ട് മുന്നേയുള്ള 1 കൂട്ടുക. അത്രയൊന്നും പറയണ്ട. 5 കൂടുതലാണെങ്കിൽ 1 കൂട്ടുക, 5 കുറവാണ് 1 കുറയ്ക്കുക. തൊട്ട് മുമ്പേ നിന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 5 ആണെങ്കിൽ ഓടാണെങ്കിൽ 1 കൂട്ടുക, ഈവൻ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. മനസ്സിലായത്? there is no change. ശ്രീലക്ഷ്മി, ഹലോ, പറഞ്ഞോളൂ. ഇത് തന്നെ എന്ത് ചെയ്യണം? സെക്കൻഡ് ലാസ്റ്റ് നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ അതിനോട് 1 കൂട്ടുക, ഈവൻ നമ്പർ ആണെങ്കിൽ ഓഡ് നമ്പർ, സെക്കൻഡ് ലാസ്റ്റ് നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ അത് ലാസ്റ്റ് നമ്പർ 5 ആണെങ്കിൽ ആ കേസ് പറയണം. If the last number is greater than 5, add 1 plus 1 to the previous number. If last number is less than 5, subtract 1 from the previous number or previous digit. If the second last number is odd and the last number is 5, and if the last number is 5, if the second last number is 5, add plus 1, or odd, then add plus 1. If second last number is even, then there is no change. ഒന്നാണ് ഓർക്കുക, 5 കൂടുതലാണെങ്കിൽ 1 കൂട്ടുക, കുറവാണെങ്കിൽ 1 കുറയ്ക്കുക, 5 ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള നമ്പർ ഓടാണെങ്കിൽ 1 കൂട്ടുക, ഈവൻ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. ക്ലിയർ അല്ലേ? ഉണ്ടോ? ഒറ്റ നമ്പർ നമ്മൾ എടുത്തുള്ളൂ, 8.45858. അതിന്റെ അവസാന നമ്പർ ഇവിടെ ഒന്ന് കൂട്ടി, ഇവിടെ ഒന്ന് കുറച്ച് കൊടുത്തു. ഇവിടെ വന്നപ്പോൾ എന്നാ ഇത് അവസാനം വന്ന നമ്പറിനെ 5 ആക്കി, ഇവിടെ അവസാനത്തെ നമ്പറിനെ 5 ആക്കി വെച്ച് ഓട് ഈവൻ വരുന്ന 2 കേസ്. ഓക്കെ, എഴുതിയെടുത്തേ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. റൗണ്ട് ഓഫ് ടു 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ക്വസ്റ്റ്യൻ എടുത്തിരിക്കുക. റൗണ്ട് ഓഫ് ടു 5 significant figures. Question is at 12.7135. രണ്ട് ചോദ്യോടെ ഞാൻ തരാം. 12.7235. 12.7236. 12.7233. ഓക്കെ, ഒന്ന് വായിച്ച നമ്പർ അല്ല. 12.7135. രണ്ടാമത്തെ ഒരു ഇച്ചിരി മാറ്റം വരുന്നത്, അല്ലെങ്കിൽ സെയിം ചോദ്യം ഇപ്പോൾ 7.4 കിടക്കട്ടെ. ഓക്കെ, 12.7135. 12.7 ഇതെല്ലാം 1 തന്നെ മതി. അപ്പം നിങ്ങൾക്ക് അല്ല വേണ്ട, കിടന്നോട്ടെ, എഴുതി മാറ്റണ്ട. 7245, 12.7236, 12.7233. റൗണ്ട് ഓഫ് ടു 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇതിനെ എല്ലാത്തിനെയും 5 സിഗ്നിഫിക്കൻറ്റിന്റെ പൊസിഷൻ എവിടെയാണോ അങ്ങോട്ട് കറക്റ്റ് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് ചെയ്തിട്ട് പറഞ്ഞ് ചെയ്ത് കഴിയുമ്പോൾ പറയണം കേട്ടോ, അത് മിണ്ടായി വിളിച്ചിരിക്കില്ല. ഇവിടെ ഇപ്പം 5 ഡിജിറ്റോട്ട് കറക്റ്റ് ചെയ്യണം. അപ്പോൾ 1 2 3 4 5. അതിനുശേഷം 5 ആണ്. 5 ആണെങ്കിൽ മുമ്പിലത്തെ ഓടാണെങ്കിൽ 1 കൂട്ടുക. 5-ന് മുമ്പ് ഈവൻ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, 4 തന്നെ. 5 കൂടുതലാണെങ്കിൽ 1 കൂട്ടുക, 5 കുറവാണെങ്കിൽ 1 കുറയ്ക്കുക. എങ്ങനെ എളുപ്പമാണ്. 1 more question.
round off to two significant figures. A round off to two significant figures. $4.745, 4.7258, 4.746, 4.741, 4.735. എത്ര ചോദ്യം? ഒരു നമ്പറേയും തന്നെ ഇതെല്ലാം പഠിക്കാനുള്ളതേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തു. അപ്പൊ നമുക്ക് എത്രയിലോട്ടാണ്? രണ്ടെണ്ണത്തിലോട്ടല്ലേ? ഇവിടെ ഇത് 2, ഇവിടെ ഇത് റൗണ്ട് ഓഫ് ടു 2. ഇത് ഇത്രയേ ഉള്ളൂ. സോറി, ഇത് 2, ഇത് 2, ഇത് 2, ഇത് 2, ഇത് 2. ആദ്യത്തത് 4 ആണ്. ഇപ്പൊ എത്രയാണ്? 4.7. എത്ര കിട്ടണേ? 4.6. ഏതാ ആൻസർ? 5 താഴെയാണ്, 1 കുറയ്ക്കുക. 4.6. ഇവിടെയോ 5 താഴെയാണ്, 1 കുറയ്ക്കുക. എണ്ണ എത്രയുണ്ടെന്നൊന്നും നോക്കണ്ട. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന റൗണ്ട് ഓഫ് 2 ചെയ്യാൻ പറയുന്നതിലോട്ട് ചെയ്താൽ മതി. അതാണ് ഈ ചോദ്യം തരാൻ കാരണം. 4.6. ഇതോ 4.6. ഇത് 4.6. ഇത് 4.6. എല്ലാം ഒറ്റ ഉത്തരല്ലേ? ഇനി ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. 3ലോട്ട് റൗണ്ട് ചെയ്യണം. ഇത് റൗണ്ട് ഓഫ് 2, round off to 3 decimal points. 3 decimal points നല്ല ചോദ്യം തന്നെ. 3 significant figures. 3 significant figures. Okay. ചെയ്തിട്ട് ആൻസർ എനിക്ക് അയച്ചു തരണം. We will meet you on next class.